ഹായ് ആൾ, വെൽക്കം ടു വ്ളോഗ്സ് ബൈ ജെഫി മേരി. ഇന്നത്തെ നമ്മുടെ ഒരു കുട്ടി അതുപോലെ തന്നെ എന്നത്തെ പോലെ ഒരു ഇൻഫോർമേറ്റീവ് വ്ളോഗായിരിക്കും കേട്ടോ. നമ്മളിന്ന് പോകുന്നത് മാർത്തയുടെ പല്ല് കാണിക്കാനാണ്. മാർത്തയ്ക്ക് 4.5 വയസ്സ്. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ പല്ലുകൾ കേട് വന്നു കേട്ടോ. ആ പല്ലുകളൊക്കെ ഞങ്ങൾ കൊണ്ടുപോയി അടപ്പിച്ചു. അപ്പോൾ ഇതിപ്പോൾ ഏത് പല്ലാന്ന് ഞാൻ കാണിച്ചു തരാവേ. കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും, ഞാനൊരു എൻഡോഡോണ്ടിസ്റ്റ് ആണ്. ഈ റൂട്ട് കനാല്, പല്ലടക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആള്. അപ്പോൾ മാർത്തനെ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് പീഡിയോഡോണ്ടിസ്റ്റിനെയാണ്, കുട്ടികളുടെ ഡോക്ടർ കേട്ടോ, കുട്ടികളുടെ വിഭാഗം. അപ്പോൾ ഇപ്പം നമ്മൾ മുതിർന്നവരാണെങ്കിലും പല്ലിൽ എപ്പോൾ ഒരു ചെറിയൊരു പുളിപ്പോ അങ്ങനെ എന്തെങ്കിലും തോന്നിക്കുവാണെങ്കിൽ നമ്മളിങ്ങനെ വീട്ടിലിങ്ങനെ കർപ്പൂരവും ഗ്രാമ്പും ഒന്നും കടിച്ചു പിടിച്ചിരിക്കാതെ പെട്ടെന്ന് തന്നെ ഡോക്ടറിനെ കാണണം കേട്ടോ. അതുപോലെ തന്നെ പല്ലി കുറച്ച് കേടാണെങ്കിൽ ആ കേടനുസരിച്ചാണ്. ചില കേടുകൾ നമുക്ക് വരുമ്പോട്ട് റൂട്ട് കനാൽ ചെയ്യാൻ പറ്റും. ചില അങ്ങ് ഭയങ്കരമായിട്ട് വ്യാപിച്ച പല്ല് എടുത്ത് കളയണം കേട്ടോ, അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ മാർത്തയുടെ പല്ലിന്റെ കുഴപ്പം എന്തോന്ന് ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. നമ്മുടെ ക്വാർട്ടേഴ്സിൻ്റെ അടുത്ത് നിന്ന് വളരെ അടുത്താണ് ക്ലിനിക്ക്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ പോകുന്നത്. നേരത്തെ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ അതേ ഹോസ്പിറ്റലാണ് കുട്ടീനെ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പം മാർത്തയുടെ ഒരു പല്ല് അടച്ചതാണ്, അതിൻ്റെ സൈഡ് വേറൊരു കേട് വന്നു. പിന്നെ ഫ്രീണം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ ചുണ്ടും അതുപോലെ നമ്മുടെ മോണയോടെ കണക്ട് ചെയ്യുന്ന ഒരു സാധനം. അത് മാർത്തയുടെ കുറച്ച് മുകളിലായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൂടെ എനിക്കൊന്ന് കാണിക്കണം. അവിടെ വന്നപ്പോഴേ മാർത്ത അവിടെ ഇരുന്ന് കളിക്കാൻ തുടങ്ങി. ഞാൻ ആ ഫ്രീണം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അത് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് കുട്ടിയുടെ നെക്സ്റ്റ് സ്ഥിരം പെർമനൻറ്റ് പല്ല് വരുന്നതിന് മുന്നേ അത് നമ്മൾ കട്ട് ചെയ്ത് കളയണം എന്നാണ്. എങ്കിലും പീഡിയോഡോണ്ടിസ്റ്റിനാണ് കൂടുതൽ അതിനെപ്പറ്റി അറിയുക. അതുകൊണ്ട് ഡോക്ടറോട് കാണിക്കാമെന്ന് വെച്ചു. ആ ലാസ്റ്റിലത്തെ പല്ലിലാണ് കേട്ടോ പുതിയൊരു പോട് വന്നത്. പിന്നെ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഫ്രീണം. അവളെ കണ്ടില്ലേ, കുറച്ച് ഹൈ അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ അത് ഇപ്പോൾ ലേസറൊക്കെ ചെയ്യാൻ പറ്റുമേ. ഞാൻ അതിനെപ്പറ്റി കൂട്ടൊക്കെ ചോദിക്കാനായിട്ടാണ് വന്നത്. മീക്കയും ചെറുകെ കളിക്കാൻ ഇറങ്ങി. എവിടെയെങ്കിലും പോയാൽ എനിക്ക് അവരുടെ ഈ സ്വഭാവം ഇഷ്ടമാണ്. അവർ നല്ലപോലെ എല്ലാം യൂട്ടിലൈസ് ചെയ്യും. കണ്ടില്ലേ, ഇവിടെ നമ്മൾ ഡെൻ്റൽ ചെയർ കിടക്കുമ്പോൾ മുകളിൽ കാർട്ടൂണൊക്കെ ഉണ്ട്. മാർത്ത പെപ്പ പിഗ് മതിയെന്ന് പറഞ്ഞ് അങ്ങനെ അതാണ് വെച്ചത്. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു കേട്ടോ. മാർത്ത വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തില്ല. ആ ഒരു ചെറിയ പോടുണ്ടായിരുന്നത് അടച്ചു. ഇനിയും ലേസറിനായിട്ട് വേറൊരു അപ്പോയിൻമെൻറ്റ് എടുക്കണം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നത് ആയുർവേദശാലയിലോട്ടാണ്. മീക്കയ്ക്ക് എക്സീമയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അത് മേടിക്കാനായിട്ടാണ് പോയത്. വേറൊരു വീഡിയോ ഈ ഫ്രീഡം കട്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ എക്സീമയ്ക്ക് വേണ്ടിയിട്ടും ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്, പ്രസ് ബെൽ ബട്ടൺ. താങ്ക്